ഹായ് ഓൾ, വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് അക്കാഡമി. എൻ്റെ പേര് ജിജി. കാത്തിരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം വന്നു. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ നോക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. മറ്റൊരു കാര്യം ഈ നോട്ടിഫിക്കേഷന് മുമ്പ് പറയട്ടെ, നിങ്ങൾ ഡിഗ്രി പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ മാസ്റ്റർ മൈൻഡ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നമ്പർ വേണമെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്ത് തരും. അപ്പോൾ തീർച്ചയായും വിളിക്കുക. കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി ഒരു ക്ലാസ് ഇവിടെ സെറ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് ഡിസംബർ 31. അപ്പോൾ ഡിസംബർ 31 ഈ നോട്ടിഫിക്കേഷൻ അവരുടെ ഡേറ്റ് അവസാനിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനിയിപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ മാസം 31 വരെ ഉണ്ടല്ലോ, അതുകൊണ്ട് ആ സമയം കുറേ സമയമുണ്ട്, അപ്പോൾ അതിനുള്ളിൽ അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയൊന്നുമില്ല, എത്രയും നേരത്തെ അപ്ലൈ ചെയ്യുന്നു അത്രയും മനസ്സമാധാനം നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിലെ യൂണിവേഴ്സിറ്റീസ് ആണ്. കാരണം ഇതിന് നമ്മൾ പറയുന്നത് അസിസ്റ്റൻ്റ് എന്നാണെങ്കിൽ പോലും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ഇതിൻ്റെ സാലറി സ്കെയില് 39,300 രൂപ മുതൽ 83,000 രൂപ വരെയാണ് ഇതിൻ്റെ സാലറി സ്കെയില്. അപ്പോൾ ഇത് ബേസിക് പേ ആണ് വരുന്നത്. ഇതിൽ തന്നെ DA ആയിട്ട് നിങ്ങൾക്ക് ഒരു 18% കിട്ടും. അതുപോലെ തന്നെ HRA ആയിട്ട് നിങ്ങൾക്ക് 10% കിട്ടും. അപ്പോൾ ഇതെന്ന് പറയുന്നത് 7th പേ സ്കെയിൽ അനുസരിച്ചിട്ടാണ് കേട്ടോ. 7th പേ കമ്മീഷൻ അനുസരിച്ചിട്ടാണ് ഈ ഒരു സാലറി സ്കെയിൽ വരുന്നത്. നമുക്കറിയാം ജനുവരിയോടുകൂടി 8th പേ സ്കെയിൽ ഇംപ്ലിമെൻ്റ് ആയിട്ട് വരും. സോ സ്വാഭാവികമായിട്ടും സാലറിയിലൊക്കെ നല്ലപോലെ വ്യത്യാസം ഉണ്ടാവും. ഇതിൻ്റെ വേക്കൻസീസ് ഇവിടെ പറഞ്ഞിട്ടില്ല, എപ്പോഴും പ്രതീക്ഷിത വേക്കൻസീസ് ആണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ 770 പേരടങ്ങിയ ഒരു റാങ്ക് ലിസ്റ്റ് ആണ് അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം തന്നെ ഒരു 300 അടുപ്പിച്ച് അല്ലെ, 300 കഴിഞ്ഞിട്ടില്ല, 300 അടുപ്പിച്ചുള്ള ആൾക്കാർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും പോവാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അവിടെ ഒരു കോമ്പറ്റീഷൻ ഉള്ള ഒരു പരീക്ഷ തന്നെയാണ്. അതുകൊണ്ട് നാളെ എന്ന് പറഞ്ഞ് പഠിക്കുന്ന ഡേറ്റ് മാറ്റി വെക്കാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കുക. ഇനി കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്താണെന്നായിരിക്കും കുറേ പേരുടെ ഒരു ചിന്താഗതി. കട്ട് ഓഫ് നോക്കിയിട്ടൊന്നും കാര്യമില്ല, ഓരോ വർഷം കട്ട് ഓഫ് ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാലും കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം 57 കട്ട് ഓഫ് വരുന്നത് കേട്ടോ. 57 കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ഡിഗ്രി യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രൊമോഷൻ സ്കെയിലും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു അസിസ്റ്റന്റ് രജിസ്ട്രാറൊക്കെ ആയിട്ട് റിട്ടയർഡ് ആവാം. നല്ലൊരു പ്രായത്തിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇപ്പം തന്നെ ആയിട്ട് കയറുവാണെങ്കിൽ സാലറി സ്കെയിലും അതിന് മാത്രം വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട, 31/12/2025. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ PSC തുളസിയിൽ പോയി കഴിഞ്ഞാൽ 1 ടൈം രജിസ്ട്രേഷനിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓൾറെഡി അസിസ്റ്റന്റ് എന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ 454/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ നിങ്ങളൊന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാം, നമ്മൾ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.